Hello guys, welcome to my channel. My channel name is Sanva Fatima M. എൻ്റെ ചാനലിൻ്റെ പേര് സൻവ ഫാത്തിമ ആണ്. ഞാൻ ഇന്ന് എന്തിനാണ് വന്നു വെച്ചാൽ കുറേ ദിവസമായിട്ട് നമ്മളൊരു വ്ളോഗ്സൊന്നും ഇടലില്ല കേട്ടോ, വീഡിയോസൊന്നും ഇടാറില്ല. അപ്പോൾ എനിക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ ഒക്കെ അത്ര നല്ലതല്ല. ഞാൻ വീഡിയോസൊക്കെ ഇടാറുണ്ട്, പക്ഷെ ചില വീഡിയോ മാത്രമായിട്ട് നമുക്ക് ഈ ഷോർട്സായിട്ട് കിട്ടാത്ത കുഴപ്പമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതിൽ ആ കറുപ്പ് കളർ കിട്ടും. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താ അപ്പോൾ എനിക്കറിയില്ല, ഞാനാണ് എല്ലാ വീഡിയോസും ഇടല്, എൻ്റെ മറ്റാണ് ഇടലൊന്നും ഇല്ല. അപ്പം എനിക്കങ്ങനെയായിട്ട് അറിയില്ല എന്താണ് എനിക്കറിയില്ല. കുറേ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറഞ്ഞു, എന്തെനിക്കത് വട്ടുണ്ടോ, അതുപോലെ തന്നെ എന്താ അങ്ങനെ ഇങ്ങനെ കൈ വെട്ടിയിട്ടാക്കിയെന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. കുറേ വട്ടപ്പാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ 3 കുട്ടികൾക്കായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, എൻ്റെ ക്ലാസ്സിലായിട്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ വെച്ചാൽ ഒരു കുറച്ച് കുട്ടികൾക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാകും. പക്ഷേ ഇനി ഞാൻ ആരോടും പറയാൻ കരുതിയിട്ടില്ല എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അന്ന് അടിച്ചു നോക്കും. എനിക്ക് ഇത്ര സബ്സ്ക്രൈബൊന്നും ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ എന്നെ കളിയാക്കും. പല കുട്ടികൾക്കും 30ൻ്റെ മേലെ സബ്സ്ക്രൈബ് ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ 28ആണ് സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ്. വേറെ ഒരു കാര്യമായിട്ട് ഇനിയിപ്പോൾ ഷോർട്സിൻ്റെ കാര്യം തന്നെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഷോർട്സിൻ്റെ എൻ്റെ കുഴപ്പമില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഷോർട്സ് അങ്ങനെ അയക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്സ് ശരിക്കും നല്ല ഡാൻസിൻ്റെ തന്നെ ആദ്യം കൂടുതൽ ഇട്ടിരുന്നത്. ഡാൻസിൻ്റെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഇട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഡാൻസും കളിക്കാറുണ്ട്. പക്ഷേ എൻ്റെ സ്കൂളത്തെ കുട്ടികളൊക്കെ എന്നെ ഡാൻസ് പഠിപ്പിച്ച് തരുമൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ കുറേ ചിരിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഡാൻസ് അറിയാത്ത മൈയൊക്കെ അക്ഷരം കാട്ടുട്ടോ, എന്നും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡാൻസ് അറിയായിട്ടില്ലല്ലോ, എൻ്റെ താത്താൻ്റെ ഒപ്പം ഞാൻ ഡാൻസ് കളിച്ചിരുന്നത് ഇത് തന്നെയാണ്. താത്താൻ്റെ ഒപ്പം ഡാൻസ് ഒപ്പന കളിച്ച്. പക്ഷേ വീഡിയോ ഉണ്ട്, ഞാൻ തന്നെ ഡിലീറ്റ് ആക്കിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അറിയാതെ നമ്മൾ സ്കൂൾ ഗ്രൂപ്പൊക്കെ പോയാൽ പിന്നെ എനിക്ക് എത്ര ഡാൻസ് കളിക്കാം അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിലീറ്റാക്കി പോയി. ഇനിയിപ്പോൾ കിട്ടില്ല. എൻ്റെ ചെറുപ്പത്തെ ഫോട്ടോസൊന്നും ഞാൻ അത്രയായിട്ട് ഇതിൽ കിട്ടില്ല. 2-3 കിട്ടുന്നുണ്ടാവും, പക്ഷേ അത്രയായിട്ട് ഇതിൽ കിട്ടില്ല കേട്ടോ. നല്ല ഫോട്ടോകളൊന്നും ഞാൻ ഇട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ കണ്ടാൽ ഇതെന്താ അങ്ങനെ ഇതങ്ങനെ ഇത്ര ഭംഗി ചോദിച്ചിട്ടൊന്ന് കളിയാക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ കാലാവസ്ഥ എനിക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനോട് ആദ്യം പറഞ്ഞു കേട്ടോ, അതിപ്പോൾ പറയണമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫ്രണ്ട്സിനോട് ആദ്യം പറഞ്ഞു, ഞങ്ങൾ സ്കൂളിൽ ടൂറും ഉണ്ട്. അപ്പോൾ ആ ടൂറിന് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എനിക്ക് 2 ഫ്രണ്ട്സ് ഞങ്ങളെ ക്ലാസ്സിലായിട്ടുണ്ട് കേട്ടോ. അവർ 2 പറഞ്ഞു, ഞങ്ങൾ ഇത്ര സാധനം കൊണ്ടിട്ട് ഇത്ര സാധനം കൊണ്ട് നൂഡിൽസൊക്കെ വാങ്ങി വെച്ചു. ഇനി ടൂറിൻ്റെ അന്ന് നൂഡിൽസൊക്കെ കൊണ്ടുപോകാൻ കരുതിയതാണ്. അവർ മിണ്ടാത്തൊരു ഫ്രണ്ട്സ്, അവരപ്പോൾ അവർ 2 കയറിപ്പോയി. പിന്നെ ഞാനെന്ത് കാട്ടുക, എനിക്കിനി ആരുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയായിട്ട് ടൂറിന് ഒഴിവാവാന്നൊക്കെ കരുതി. പക്ഷെ അവരെന്നോട് പറയുന്നത് കേട്ടോ, 5 കൂടിയിട്ട് എന്നിട്ട് പറയണേ ഈ ചില്ല ഒറ്റ സൈഡിൽ ഇരുന്നോ. ഇത്രയും സാധനങ്ങൾ വാങ്ങി വെച്ച്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഇല്ലാതെയും കുറവ് സബ്സ്ക്രൈബിൽ കുട്ടികൾക്ക് മുന്നിൽ കയറി
പക്ഷേ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇടുന്നുമില്ല. അത് മാത്രമല്ല എനിക്ക് അത്ര സബ്സ്ക്രൈബില്ല. ഇനി കാണുന്ന ആൾക്കാരൊക്കെ ഇവരെ തീരെ ഡാൻസ് രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. ഇനി മുതൽ എൻ്റെ ഡാൻസ് നല്ല രസത്തിൽ ഇട്ടാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഉള്ള ഡാൻസൊന്നും രസമില്ല, ഇത് കണ്ട് വട്ടാവുന്നേ, എൻ്റെ തല വരുത്താവുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതും എനിക്ക് വന്നിട്ടുണ്ട്. ഒരാൾ ഇതേമാതിരി തന്നെ എന്നെ വിളിച്ചിട്ടല്ല എന്തോന്ന് പറഞ്ഞു. എൻ്റെ സ്കൂളത്തെ ഒരു കുട്ടിയാണ്, സ്കൂളത്തല്ല ക്ലാസ്സിലല്ല കേട്ടോ, സ്കൂളത്തെ ഒരു കുട്ടീനോട് പറഞ്ഞു എനിക്ക് തല വരുത്താറുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് മടുത്തു. എന്തിനാ ഈ വീഡിയോ ഇടുന്നത്, യൂട്യൂബ് ചാനൽ കളഞ്ഞൂടെ, സബ്സ്ക്രൈബും ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ കളിയാക്കാറുണ്ട്. ക്ലാസ്സിലത്തല്ല സ്കൂളിലത്താണ്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മുതൽ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ഈ 28 സബ്സ്ക്രൈബിങ്ങായി, ആദ്യം 27 ഒന്നുകൂടിയിട്ടോ, അപ്പോൾ 28ആയി. അപ്പോൾ ഒന്നുകൂടി ഇത്രയും ദിവസം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളെ ആരൊക്കെയാണോ സബ്സ്ക്രൈബ് ചെയ്തത് അവരോടൊക്കെ എനിക്കൊരു നന്ദി പറയാണ്ട്. കുറേ ദിവസമായി വീഡിയോ ഇടണം കേട്ടിരുന്നു. എനിക്ക് വലിയ വീഡിയോ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ, ചെറിയ വീഡിയോ ഇടാൻ പറ്റണില്ല. അതിങ്ങനെ ബ്ലാക്ക് ആയതുകൊണ്ടാണ്. ചിലപ്പോൾ ഒരു ശരിക്കും വരും, അല്ലെങ്കിൽ കൂടുതൽ ബ്ലാക്കായിട്ടാണ് ചെറിയ വീഡിയോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അന്ന് ടൂറിൻ്റെ അന്ന് ഒറ്റയ്ക്ക് ഇരിക്കണ്ട എഴുതിയിട്ട് ഞാൻ യൂട്യൂബിലൊന്നും അങ്ങനെ ഇടലില്ല. ഫ്രണ്ട്സുകളൊക്കെ ഇടലുണ്ടെങ്കിലും യൂട്യൂബിൽ ഞാൻ അങ്ങനെയായിട്ട് ഇടലില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയില്ലേ, അപ്പോൾ അവർ ഒറ്റയ്ക്കില്ല സിറ്റിയിലോ ട്രെയിനിലല്ലേ പോകുന്നത്, തൃശ്ശൂർക്കല്ലേ. ഇപ്പോൾ മലപ്പുറത്താണ് ഞാൻ ജനിച്ച നാട് തൃശ്ശൂരാട്ടോ. അപ്പോൾ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർക്കല്ലേ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരമുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് എത്ര ഇത് പോകുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു നീ ഒറ്റയ്ക്ക് ഇരുന്നോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരാൾ നൂഡിൽസും ടാങ്കും പൊടി ഒക്കെ വാങ്ങിയിട്ടും ഇങ്ങനെ പറയുന്നത് ഞാൻ കിട്ടിയില്ല കേട്ടോ. ഇനി ഞാൻ ചിലപ്പോൾ ടൂറിന് ക്യാൻസലാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, പോകുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എനിക്ക്. പിന്നെ അത് മാത്രമല്ല തലയെണീച്ച് അങ്ങനെ വേദനിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബിലൊന്നും ഇടാത്തത്. എനിക്ക് ഇടാൻ നല്ല നല്ല വീഡിയോസ് ഉണ്ട്, കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നല്ല നല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് ലൈക്കൊന്നും അങ്ങനെയായിട്ട് കിട്ടണില്ല. അതേമാതിരി സബ്സ്ക്രൈബും ഇപ്പോൾ ഉള്ള ആളുകൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ആരാണെന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും കൂടെ നന്ദി ഞാൻ നിങ്ങളോട് പറയട്ടോ. എന്താ ഇപ്പോൾ എനിക്ക് അത്രയായിട്ട് സബ്സ്ക്രൈബ് ഇല്ല, എന്നും സബ്സ്ക്രൈബ് നോക്കുന്ന ആളല്ലേ ഞാൻ. പക്ഷെ എനിക്ക് അത്രയായിട്ട് സബ്സ്ക്രൈബ് ഇല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ നോക്കാനും ഇതില്ല. പിന്നെ ഫ്രണ്ട്സും ഇല്ലല്ലോ, അതുകൊണ്ട് നല്ല തലവേദനയുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രാത്രി റോഡിൻ്റെ നടുവിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഈ കാലാവസ്ഥ അത്ര നല്ലൊന്നല്ലല്ലോ. ഇപ്പോൾ ചൂടും എപ്പോഴേലൊക്കെ ഒരു മഴ ഉണ്ടാവും, എപ്പോഴേലൊക്കെ ഒരു 10 മാസമൊക്കെ കഴിഞ്ഞൊരു മഴ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ എന്താവാനാ, ഒരു മഴ ഉണ്ടാവുള്ളൂ, അത് ചാറൽ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് തലയെണീച്ച് നല്ലോണം വേദനിക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ, ടൂറിന് ക്യാൻസലാവാനും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കണം. ഞാൻ കുറേ ആൾക്കുള്ള സാധനമൊക്കെ വാങ്ങി വെച്ചില്ലേ, ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കണ്ടൊക്കെ. ഇനി എൻ്റെ ഉമ്മ പറഞ്ഞ ചീത്തയും പറയും. പിന്നെ അത് മാത്രമല്ല അവരെന്നെ ഒന്നിനും കൂട്ടണില്ല കേട്ടോ. എപ്പോഴേലൊക്കെ എന്നോടൊന്ന് വർത്താനം പറയും. ഞാൻ അന്ന് അവരോട് ചോദിച്ചു
എന്താ ഈ ടൂറിന് ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളൊപ്പം ഇരിക്കട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ നിങ്ങൾ അതിലൊരു ലീഡറുണ്ട് പറയാണ് ചീത്തിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എന്നാലും പറയാം അതിൽ ലീഡറുണ്ട് പറയാണ് പിന്നെ ഇരിക്കാൻ പറ്റില്ല. വേറെ ഒരു കുട്ടിയുണ്ട്, ഇവർ പേരൊക്കെ പറഞ്ഞ പണിയാളുകൊണ്ടാണ് ഞാൻ പറയാത്തത്. വേറെ ഒരു കുട്ടിയുണ്ട്, ഓൾറെഡി വേറെ ഒരു കുട്ടിയുണ്ട്, അവർക്ക് അവരപ്പം ഇരിക്കണു ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അപ്പം നിർബന്ധിക്കൊന്നും ചെയ്തില്ല. സ്കൂളിൽ നിന്ന് എപ്പോഴും കരയുന്നു ഞാൻ. ദിവസം കരഞ്ഞു കേട്ടോ. എന്നിട്ടൊരു ടീച്ചർ കണ്ടിട്ട് എന്തോ ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്താണ് വെറുതെ ആരും കരയൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ തുറന്നു ഒന്നുമില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു വേണ്ട പറയണ്ട, നമ്മളല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമുക്കെന്താ പറയാൻ പറ്റുക, നമ്മളെ ഉള്ളിലുള്ള വിഷമം നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. വേറെ ആൾക്കൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മളെ ഉള്ളിൽ എത്ര വിഷമമുണ്ടെന്നും ആർക്കും അങ്ങനെയായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ എന്താ റോഡിൻ്റെ നടുവിലൂടെ ഞാൻ ഈ നടക്കുന്നതും പറയുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഇത് നിർത്തും. താങ്ക് യു.